ഹായ്, ഇന്ന് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നതാണ് ഇതേപോലെ ഒരു വാൾശലമാണ്, ഒരു കിടിലൻ വാൾശലം. ഇത് നമ്മൾ വളരെ ചെലവ് കുറച്ചിട്ടാണ് നമ്മൾ നിർമ്മിച്ചത്. നമുക്ക് ആകെ 10-20 രൂപ മാത്രമേ ഇതിന് നമുക്ക് ചെലവ് വരുന്നുള്ളൂ. ഇത് നമ്മൾ നിർമ്മിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ചെറിയ നെല്ലിക്കമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ വാൾശലം നിർമ്മിച്ചത്. പിന്നെ ഫ്ലൈവുഡിന്റെ ചെറിയ പീസുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് നിർമ്മിച്ചത്. അപ്പൊ ഈ നെല്ലിക്കമ്പ് തേക്ക് മരത്തിന്റെ കമ്പാണ് നമ്മൾ ഉപയോഗിച്ചത്, വളരെ ചെറിയ. ഇതിന്റെ മുമ്പ് നമ്മൾ ഇതേപോലെ ഒരു വാൾശെൽവ് ഇതേപോലെ വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരൊറ്റ കമ്പിലായിരുന്നു നമ്മൾ അന്ന് വീഡിയോ ചെയ്തത്. ഇത് നമ്മൾ 2 കമ്പിലാണ് വീഡിയോ ചെയ്തത്. അപ്പൊ അന്ന് പലരും ചോദിച്ചതാണ്, അതായത് ഇതേപോലത്തെ ഒരു കമ്പ് കിട്ടണ്ടേ, അല്ലാതെ എങ്ങനെയാണ് വാൾശെൽവ് നിർമ്മിക്കാൻ കഴിയാന്നൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല, നമുക്ക് ഏത് തരം കമ്പാണെങ്കിലും നമുക്ക് മരത്തുമെന്ന് വെട്ടിയെടുക്കണം. അതായത് നല്ല ഉറപ്പുള്ള മരത്തുമെന്ന് വെട്ടിയെടുക്കണം എന്ന് മാത്രം. അതായത് തേക്ക് പോലത്തെ നല്ല മരത്തുമെന്ന്. അപ്പൊ ആ തേക്കുമെന്ന് എടുത്ത കമ്പാണിത്. അപ്പൊ ഇത് നമുക്ക് 2 കമ്പ് ഉപയോഗിച്ചിട്ട്, 2 നെല്ലിക്കമ്പ്, വളരെ നൈസ് ആയിട്ടുള്ള 2 കമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് നിർമ്മിച്ചത്. അപ്പൊ ഇതിന്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് കാണാം നമുക്ക്. ഇത് ഏകദേശം ഒരേപോലെയുള്ള 2 കമ്പുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് തേക്ക് മരത്തിന്റെ കമ്പുകളാണ്. ഇത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഇനി 2 കമ്പുകൾ തമ്മിൽ നമുക്ക് യോജിപ്പിക്കണം. അത് നമ്മളത് 2.5 ഇഞ്ച് ഗ്യാപ്പ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിന്റെ 2 കമ്പുകൾ തമ്മിൽ ഇതേപോലെ യോജിപ്പിക്കുന്നത്. അത് നമ്മൾ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം അത് 1.5 ഇഞ്ച് നെയ്സ് ആണി കൊടുത്തിട്ടാണ് നമ്മളത് ഉറപ്പിക്കുന്നത്. കമ്പുകൾ തമ്മിൽ ചേരുന്ന ഭാഗങ്ങളിലാണ് നമ്മൾ ഇത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കമ്പുകൾ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് പ്ലൈവുഡാണ്. പ്ലൈവുഡ് നമ്മൾ 24-16 നമ്മൾ 2 പീസ്, അതേപോലെ തന്നെ 42-16 1 പീസുമാണ് എടുക്കുന്നത്. സെൻറ്റിമീറ്റർ അളവാണ് പറഞ്ഞത്. അപ്പോൾ അതാ 3 പീസ്, 3 തട്ടാണ് നമ്മൾ നമ്മുടെ ഷെൽവിന് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി തട്ടുകൾ ഫിറ്റ് ചെയ്യാം. അപ്പോൾ 24-16 ഒരു പീസ് നമ്മൾ നടുഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ പീസ് നമ്മൾ മുകൾ ഭാഗത്തും കൊടുക്കുന്നുണ്ട്. വലിയ പീസ് 42 സെൻറ്റിമീറ്ററിൽ നമ്മൾ എടുത്ത പീസ് നമ്മൾ അടിഭാഗത്താണ് കൊടുക്കുന്നത്. അപ്പോൾ നടുഭാഗത്തും മുകൾ ഭാഗത്തും നമ്മൾ കൊടുക്കുന്ന തട്ടുകൾ, അതായത് ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ചുകൊണ്ടും മറ്റേത് അതിൻ്റെ നേരെ എതിർഭാഗത്തേക്ക് നീക്കി വെച്ചുകൊണ്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കമ്പുകളിൽ, അതായത് ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ഹോൾസ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ തട്ട് ഫിറ്റ് ചെയ്യുന്നത്. ഈ കമ്പിൽ നമ്മൾ ഇതേപോലെ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ഹോൾസ് ഇടുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പ് വിണ്ടു പോകുന്ന പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് വളരെ ഭംഗിയായിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ തട്ട് ഫിറ്റ് ചെയ്യാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇതേപോലെ ഹോൾസ് ഇട്ട് നമ്മൾ ആണി കൊടുക്കുന്നത്. ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആണി കൊടുക്കുന്നത്. തട്ട് കൊടുക്കുന്ന ഭാഗത്ത് ഇതേപോലെ കമ്പുകൾ തമ്മിൽ ഒരേ അളവല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു കമ്പ് ഒന്ന് ചെറുതായിട്ട് ചെത്തി റെഡിയായി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ തട്ട് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തട്ട് ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ 3 തട്ടുകൾ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ തട്ടുകൾക്ക് ഒരു ബലത്തിന് വേണ്ടി നമ്മൾ ഇതിനൊരു സ്റ്റേ കൊടുക്കുന്നുണ്ട്. അടിഭാഗത്തെ തട്ടിന് നമ്മൾ മുകൾ ഭാഗത്ത് നിന്ന് താഴോട്ടും, അതേപോലെ ബാക്കിയുള്ള 2 തട്ടിന് നമ്മൾ അടിഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തേക്കുമായിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ ചെറിയ കമ്പുകൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ ഒരു സ്റ്റേ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ഇതേപോലെ ഹോൾസ് ഇട്ടതിന് ശേഷം തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷെൽവിൻ്റെ തട്ടുകളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതേപോലെ തട്ടിൻ്റെ ബലത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റേകളും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ തട്ടുകൾക്കൊക്കെ നമുക്കൊരു ബോർഡർ വെച്ച് കൊടുക്കണം. ഇത് നമ്മുടെ ഒരു PVC, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റീപ്പറാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന റീപ്പറാണ്. അത് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള റീപ്പറാണ് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കട്ട് ചെയ്ത് നമ്മൾ അതായത് നമ്മുടെ തട്ടിൻ്റെ 3 ഭാഗത്തും നമ്മൾ ആ ബോർഡർ കൊടുക്കുന്നുണ്ട്. അത് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം മുള്ളാണി കൊടുത്തിട്ടാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് റീപ്പറിന് പകരം നമുക്ക് വേണമെങ്കിൽ പ്ലൈവുഡിൻ്റെ ഇതേപോലെ റീപ്പർ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ മരത്തിൻ്റെ റീപ്പർ ഉപയോഗിക്കുക. അല്ലാതെ തന്നെ നമുക്ക് സ്റ്റീലിൻ്റെതോ അല്ലെങ്കിൽ അലൂമിനിയം റീപ്പറുകളൊക്കെ നമുക്ക് ഇതേപോലെ ബോർഡറായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഷെൽവിൻ്റെ എല്ലാ തട്ടുകൾക്കും നമ്മൾ ബോർഡറൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് വാർണിഷ് അടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മരത്തിനൊക്കെ നമ്മൾ നന്നായിട്ട് മരത്തിന് എല്ലാ ഭാഗത്തും, അതായത് നമ്മുടെ തട്ടിന് മരത്തിന് എല്ലാ ഭാഗത്തും നമ്മൾ നന്നായിട്ട് വാർണിഷ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിച്ച വാർണിഷൊക്കെ ഉണങ്ങി നമ്മുടെ ഷെൽവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുമരിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ലെവലൊക്കെ നോക്കിയിട്ട് കറക്റ്റിൽ നമുക്ക് ചുമരിൽ ഫിറ്റ് ചെയ്യാം. ഇത് നമ്മൾ സ്റ്റീലാണി ഉപയോഗിച്ചിട്ട് 2 ഇഞ്ച് 2.5 ഇഞ്ച് സ്റ്റീലാണി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ കമ്പുകൾ തമ്മിൽ യോജിപ്പിച്ച കോർണർ ഭാഗം വരുന്നുണ്ട് 2 ഭാഗത്തായിട്ട്, അവിടെയാണ് നമ്മൾ ആണി കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാൾ ഷെൽഫ്. അടിപൊളി വാൾ ഷെൽഫ് അല്ലേ, കിടിലൻ വാൾ ഷെൽഫ്. വളരെ സിമ്പിൾ ആയിട്ട്, അതായത് വളരെ എളുപ്പത്തിൽ നമുക്ക് നിർമ്മിക്കാം. അതേപോലെ തന്നെ വളരെ ചെലവും കുറവാണ്. ഇതേപോലെ ഒരു വാൾ ഷെൽഫ് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ 1500-2000 രൂപ ഒക്കെ വില വരും. ഇതിന് പക്ഷേ നമുക്ക് വെറും 20 രൂപ മാത്രം, 20 രൂപ ചെലവ് വരുന്നുള്ളൂ. വേറെ ചെലവൊന്നും വരുന്നില്ല. കാരണം ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുക്കുന്ന മരത്തിന്റെ കമ്പ്, അതേപോലെ പ്ലൈവുഡിന്റെ പീസുകളൊക്കെ നമ്മൾ ചെറിയ പീസുകളാണ്.
അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് നിർമ്മിച്ചത്. അപ്പോൾ നമ്മുടെ വീഡിയോ അതേപോലെ തന്നെ നമ്മുടെ ഷെൽഫ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരിക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.